ഹലോ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പനി, ഞങ്ങൾക്ക് 3 പേർക്ക് പനിയാണ്. ഇപ്പോൾ രാവിലെ താലൂക്ക് ഹോസ്പിറ്റൽ അടിമാലിയിൽ പോയപ്പോഴുള്ള വീഡിയോ ആണിത്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇത് പുതിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങളെ ഒന്ന് കാണിച്ച വീഡിയോ ചെയ്യാമെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ ലേബർ റൂമിൻ്റെ സൈഡിലായിട്ട് ആണ് ആ ബിൽഡിംഗ് വന്നേക്കുന്നത് കേട്ടോ. എന്ത് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറും നീറ്റ്നെസ്സും ഒരു അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഇപ്പോൾ ഈ ബിൽഡിങ്ങിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഫാർമസി ഭാഗത്ത് നിന്നപ്പോൾ ഉള്ള വീഡിയോ ആയിട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. അതിനുശേഷം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കോഫി കുടിക്കാം, അന്നപൂർണ്ണയിൽ നിന്ന് കോഫി കുടിക്കുന്നതാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടം. പക്ഷേ ചെന്നപ്പോൾ ഇന്ന് അടവായിരുന്നു, കട അടച്ചിട്ടേക്കുമായിരുന്നു. നമ്മൾ സ്പൂണിൽ വന്നു. അതേ മാത്തുക്കുട്ടൻ്റെ തല നിറച്ചിരിക്കുന്നത് പപ്സാണ്. മാത്തുക്കുട്ടൻ പപ്സ് കഴിച്ചാൽ മൊത്തം ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഇടയിൽ കിച്ചു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എന്തോ ജീം ബൂമ്പാന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ മാജിക് എന്ന് പറഞ്ഞ് മാത്തുക്കുട്ടനെ കാണിക്കും. അതെന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഹെലിക്സ് പിയേഴ്സിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വേദനയും പിന്നെ അത് എത്രത്തോളം നമ്മൾക്കത് എത്രത്തോളം ഭംഗിയായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പം റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആവുമെന്ന് അറിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എടുത്ത സമയത്ത് അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചു ഉണ്ടെങ്കിലാണ് എനിക്കൊരു ധൈര്യം. അതുകൊണ്ട് കിച്ചു മാത്രമുള്ളപ്പോൾ അതങ്ങ് ചെയ്തു. പിന്നെ അവൻ കൊള്ളാം എന്ന് പറഞ്ഞാലാണ് നമുക്ക് കൊള്ളാം എന്നൊരു തോന്നലും കൂടെ വരിക. അപ്പോൾ അത് ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ. നോസ് പിയേഴ്സിങ്ങും എൻ്റെ ചെയ്തത്, പിന്നെ സെക്കൻഡ് സ്റ്റഡും ചെയ്തത് ഈ ചേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ആൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ആൾ പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. നമ്മൾ ഗൺ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. എനിക്കറിയാൻ പാടില്ല. അതായത് നമ്മൾ പലതരത്തിലുള്ള നെർവൊക്കെ നമ്മൾ കാണാൻ പറ്റില്ലാത്ത ഞരമ്പുകളൊക്കെ നമ്മുടെ ചെവി ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഈ തട്ടാമാരൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് പെർഫെക്റ്റായിട്ട് പാരമ്പര്യമായിട്ട് അല്ല, അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു സ്കില്ല് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പെർഫെക്റ്റായിട്ട് വേദന ലേശം കുറവില്ല, നല്ല വേദന ഉണ്ടായിരുന്നു. ബേസിക്കലി ഒരു ചെവി നമുക്ക് എപ്പോഴും വേദനയായിരിക്കും, മറ്റതിന് അത്ര വേദന കാണത്തില്ല, നല്ല വേദനയായിരുന്നു. പിന്നെ അവിടെ കുത്തിയത് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ചെവി ഉണ്ടല്ലോ രണ്ട് എവിടെയോ ഒരു ഷേപ്പ് ഡിഫറൻസോ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ചേട്ടൻ അത് കുത്തി കഴിഞ്ഞിട്ട് പറയുമായിരുന്നു, ഒരു ചെവിയിൽ കുത്തിയത് നല്ല ഭംഗിയായിട്ടുണ്ട്, മറ്റേ ചെവിയിൽ എന്തോ ഒരു ചെറിയൊരു എന്തൊരു പ്രശ്നം എന്താണെന്നറിയാൻ പാടില്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റാന്ന് തോന്നുന്നു. അങ്ങനെ ഭയങ്കര മിസ്റ്റേക്കല്ല, ചെറിയ ഇങ്ങനെ ബൾജിങ് പോലെ. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? ചിലർക്ക് അങ്ങനെ കാണും. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കാതുകുത്തിയ വിശേഷങ്ങളും കാതുകുത്തിയപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുക. പിന്നെ കാതുകുത്തി കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ റെമഡീസ്, ഇങ്ങനെ ചിലർക്ക് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുരുക്കളൊക്കെ വരും, പഴുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ സാനിറ്റൈസർ